നമ്മൾ സാധാരണ സൂം മീറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ. സൂം മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം നമുക്ക് സൂം മീറ്റിങ്ങിന് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നൊക്കെ നമ്മളെങ്ങനെ എന്ന് നമുക്ക് പല രീതിയിൽ സംശയം ഉണ്ടാവും അല്ലേ. ഇത് നമുക്ക് സൂം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കൊന്ന് വീഡിയോയിൽ അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി. അപ്പോൾ എൻ്റെ മൊബൈലിൽ വാട്സാപ്പിൽ ഓൾറെഡി മീറ്റിങ്ങിൻ്റെ ലിങ്ക് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം മീറ്റിംഗ് സെറ്റിങ്ങിൽ നമുക്ക് അതിൻ്റെ മുന്നേ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ഇവിടെ മീറ്റിങ്ങിൽ വന്നേ പറ്റൂ. അപ്പോൾ ഞാൻ മീറ്റിങ്ങിൽ എൻട്രി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുക, വീഡിയോ ഓഫ് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യുക സൈഡിൽ കൂടെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ മോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവർ റൈറ്റ് സൈഡിൽ കോർണറിൽ കാണാമല്ലോ മോർ, അവിടെ പോയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് അവിടെ കാണാം, ഇഫക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇവിടെ ഈ ഒരു സെറ്റിങ്ങിൽ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഇവിടെ അത്ര അതങ്ങ് വിട്ടേക്കാം. നമുക്ക് നേരെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് തന്നെ പോവാം. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് നമ്മൾ ബ്ലറാക്കുന്നത്, എങ്ങനെയാണ് ഇമേജ് കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നോക്കൂ, ഇതാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്. ഈ കാണുന്ന പിക്ചർ എൻ്റെ ഗാലറിയിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പം നമുക്ക് ഗാലറിയിൽ നിന്നും നമ്മുടെ പിക്ചർ എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതല്ല, നമ്മൾ ഇരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് തന്നെ മതി, അതൊന്ന് ബ്ലർ ചെയ്യാൻ മാത്രമാണ്. എന്താ ബ്ലർ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇൻബിൽട്ടാണ്. ഈ കാണുന്നതൊക്കെ ഓൾറെഡി സൂമിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഒക്കെ ഉണ്ട്, അതാണത്. പിന്നെ ഈ കാണുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ ഗാലറിയിലുള്ളതാണ്, എൻ്റെ ക്ലിക്കുകളാണ് ഇതൊക്കെ. അതും ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ കൊണ്ടുവരുന്നത് കാണിച്ചു തരാം. അതിന് നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു ആഡ് ബട്ടൺ കണ്ടില്ല, അത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് നമ്മളെ ഗാലറിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏതെങ്കിലും ഫോട്ടോ കൊണ്ടുവരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിവിടെ ആഡ് ആവും, കണ്ടില്ലേ, അതവിടെ ആഡായിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് അതുണ്ട്, ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ആഡ് ബട്ടണിൽ കൂടെ പോയി വീണ്ടും ഞാൻ ഒരു ഇമേജ് കൂടെ അവിടേക്ക് ഇമേജിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതങ്ങോട്ട് വരും. ഇത് എൻ്റെ ബാനർ തന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഫ്ലിപ്പ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനെ മിറർ ഇമേജിൽ നിന്ന് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ആ സ്ക്രീനിൽ തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ആ ഇമേജിനെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ഫ്ലിപ്പായി. പിന്നെ അത് ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ അതിൽ പറ്റും സ്ക്രീനിൽ തൊട്ട് കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ അതും ഈ ഒരു ഇതിൻ്റെ കൂടെ ആഡായിരിക്കുകയാണ്, ആ ഇമേജസിൻ്റെ കൂടെ അതും പോയി ആഡായിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അവതാർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് നമുക്ക് ക്യാമറ ഫേസ് ചെയ്യാനൊന്നും വയ്യ. അതിന് മുന്നേ ഞാൻ കാണിക്കാം. ഇമേജിന് നമുക്ക് വേണമെങ്കിൽ ഫിൽറ്ററൊക്കെ ചെയ്യാം, അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇനി ഞാൻ പറഞ്ഞില്ല അവതാർ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഉണ്ട്, കണ്ടില്ല. ആദ്യം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കും, നമുക്ക് ഏതാ വേണ്ട ബാക്ക്ഗ്രൗണ്ട്. എന്നിട്ട് ഈ കാണുന്ന കുറേ ആനിമൽ ഇമേജസ് കണ്ടില്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. പിന്നെ അത് ഇതെന്തിനു ചെയ്യുന്നതെന്നറിയോ? അതായത് നമ്മൾ ചില സമയം നമ്മളെ മീറ്റിങ്ങിലൊരു ക്യാരക്ടർ പോലെ ഇരിക്കും. അതായത് മീറ്റിങ്ങിലിരിക്കുന്ന ആൾക്കാർ അവർക്ക് നമ്മൾ മീറ്റിങ്ങിലുണ്ടോ എന്ന് അറിയണം. നമ്മൾ ക്യാമറ ഇതൊന്ന് ഓൺ ചെയ്തിട്ടിട്ട് നമ്മളവിടെ ഇരിക്കുന്നില്ലെങ്കിലോ അല്ലേ, അപ്പോൾ പിന്നെ ആ ഒരു മീറ്റിങ്ങിനൊരു അർത്ഥമില്ല അല്ലേ. അപ്പോൾ പക്ഷേ നമ്മൾ പാർട്ടിസിപ്പേറ്റ് എന്താണ്, നമുക്ക് നമ്മളെ വീഡിയോ ഓൺ ചെയ്യണം നമുക്ക് ഇഷ്ടമില്ല, നമ്മളെ ഫിഗർ അപ്പുറം കാണാനൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. അതായത് അപ്പുറത്തുള്ള ആൾക്ക് നമ്മൾ മീറ്റിങ്ങിലുണ്ടോ എന്ന് അറിയുകയും ചെയ്യുക, പ്ലസ് നമുക്ക് നമ്മളെ ഇമേജ് കാണിക്കാണ്ട് നമുക്ക് ഈ അവതാറിൻ്റെ ഇമേജ് ഇടാം. അപ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ നമ്മളെ ഫേസിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഈ അവതാർ ആക്റ്റീവ് ആവുള്ളൂ, ഇല്ലെങ്കിൽ അത് ആക്റ്റീവ് ആവില്ല. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കുക അപ്പുറത്തുള്ള ആൾക്ക് എന്താണ് നമ്മളിവിടെ മീറ്റിങ്ങിൽ മുന്നിലിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതേസമയം നമ്മളെ ഫേസ് അവർ കാണില്ല, മനസ്സിലായോ? അതാണ് ഈ അവതാർ കൊണ്ടുള്ളൊരു ഉപകാരം. അപ്പോൾ ഇപ്പം നമുക്ക് കാണാം, നമ്മുടെ ഫേസിൽ നിന്ന് മാറ്റുമ്പോൾ അത് പോകും, ഫേസിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് വരികയാണ്. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഫേസിൻ്റെ അടുത്തേക്ക് പിടിച്ചപ്പോൾ എന്താണ് ആ ക്യാമറയിൽ അത് കാണിക്കാൻ തുടങ്ങി, മാറ്റിയപ്പോൾ എന്തായി അതങ്ങ് പോയി.
അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അതിവിടെ കാണാം. ഞാൻ അത് ക്യാമറ മൂവ് ചെയ്യുന്ന സമയത്തേക്കോ എൻ്റെ ഫേസും കുറച്ച് ഇങ്ങനെ കാണുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അത് ചെയ്യാം. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ചെയ്യുന്നത് തന്നെ കാര്യമായിട്ട് കാണിക്കാനുള്ളൂ. പിന്നെ ഉള്ളത് പിന്നെ കണ്ടില്ല, അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇമേജ് വരുന്നത് നമ്മൾ ഫേസിൽ നിന്ന് മാറ്റി പിടിക്കുമ്പോൾ അതങ്ങ് പോയിപ്പോൾ, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫേസിൽ നിന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്, അപ്പോൾ ഒന്നും കാണുന്നില്ല. പിന്നെ നമുക്കിവിടെ ഒരു പിന്നെ വൈറ്റ് ബോർഡിനെ പറ്റി ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോകുന്നില്ല. അത് ടീച്ചേഴ്സിനൊക്കെ ആവശ്യമുള്ളൊരു ഇതാണത്. ഇതൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ച് ഒരു സെറ്റിങ്ങൊന്നും ഇവിടെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നില്ല. കാരണം ചെറിയൊരു വീഡിയോ എടുക്കാമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം തന്നെ കാണിക്കാനുള്ളൂ, പറഞ്ഞു തരാനുള്ളൂ. വീഡിയോ വലുതാക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അതും കൂടി ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.